എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ജൂലൈ മാസം 15-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ വരുന്ന PSC പരീക്ഷകളിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ്? ഉത്തരം യാനിക് സിന്നർ. യാനിക് സിന്നറാണ് 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ്. നമുക്കറിയാം 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിലെയും പുരുഷ വനിത സിംഗിൾസ് വിജയികൾ പ്രധാനമായിട്ടും ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കാരണം ഏതെങ്കിലുമെല്ലാം പരീക്ഷകൾക്ക് ഇതിൽ നിന്നും ചോദ്യങ്ങൾ കാണുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ 8 പേരും, അതായത് പ്രധാനപ്പെട്ട 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിലെ പുരുഷ വനിതാ സിംഗിൾസ് വിജയികളെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആ 8 പേരുകളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ. അടുത്ത ചോദ്യം, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം? ഉത്തരം റഷ്യ. റഷ്യയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ 3 ഘട്ടങ്ങളിലായി സ്ഥിരം താവളം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം അമേരിക്ക. ചന്ദ്രനിലേക്ക് ആദ്യമായി മനുഷ്യനെ ഇറക്കിയ അമേരിക്ക തന്നെയാണ് ചന്ദ്രനിൽ 3 ഘട്ടങ്ങളിലായി സ്ഥിരം താവളം നിർമ്മിക്കാനുള്ള പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി സ്ഥിരം താവളം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി? ഉത്തരം കതിര്. നമുക്കറിയാം പല പദ്ധതികളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കണം. കാരണം പദ്ധതികളിൽ നിന്നും പരീക്ഷാ പേപ്പറുകളിൽ 1-2 ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് ഏത് ചോദ്യം വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് കതിർ. അടുത്ത ചോദ്യം, വാണിജ്യ ബഹിരാകാശ നിലയമായ ഹെവൻ 1ലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഭിന്നശേഷിക്കാരായ ബഹിരാകാശ യാത്രികൻ ആര്? ഉത്തരം ജോൺ മാക്ഫോർഡ്. അപ്പോൾ ബഹിരാകാശത്തേക്ക്, അതായത് വാണിജ്യ ബഹിരാകാശ നിലയമായ ഹെവൻ 1ലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഭിന്നശേഷിക്കാരനായ ബഹിരാകാശ യാത്രികൻ ആരാണെന്ന് ചോദിച്ചാൽ ജോൺ മാക്ഫോർഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്ര പരിസരങ്ങൾ ഹരിതാഭമാക്കുന്നതിനായി ദേവസ്വം വകുപ്പ് ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതി? ഉത്തരം ദേവാരണ്യം. അതായത് ദേവസ്വങ്ങൾക്ക് ചുറ്റും ഹരിതാഭമാക്കുക. അരണ്യം എന്ന് പറഞ്ഞാൽ കാടാണ്. അപ്പോൾ ദേവാലയങ്ങൾക്ക് ചുറ്റും വനവൽക്കരണം അല്ലെങ്കിൽ ഹരിതാഭകരമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി പേര് ദേവാരണ്യം. അതായത് കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്ര പരിസരങ്ങൾ ഹരിതാഭമാക്കുന്നതിനായി ദേവസ്വം വകുപ്പ് ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതിയാണ് ദേവാരണ്യം. അതായത് ദേവാലയങ്ങൾക്ക് ചുറ്റും വനവൽക്കരണം അഥവാ അരണ്യം ഉണ്ടാക്കുന്നതാണ് ദേവാരണ്യം. അടുത്ത ചോദ്യം, ലോർഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം? ഉത്തരം യസ്തിക ഭാട്ടിയ. നമുക്കറിയാം വിഖ്യാതമായ ഒരു മൈതാനമാണ് ലോർഡ്സ്. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി ആദ്യമായി നേടിയ ഒരു വനിതാ ക്രിക്കറ്റ് താരമാണ് യസ്തിക ഭാട്ടിയ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് നിർമ്മിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പായ CNVR-1K വികസിപ്പിക്കാൻ നേത്ര സെമി എന്ന സ്റ്റാർട്ടപ്പുമായി സഹകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനം? ഉത്തരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. CET ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് നിർമ്മിത AI ചിപ്പായ CNVR-1000 വികസിപ്പിക്കാൻ നേത്ര സെമി എന്ന സ്റ്റാർട്ടപ്പുമായി സഹകരിച്ച സ്ഥാപനമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം.
അപ്പോൾ ആദ്യത്തെ ക്യാമ്പസ് നിർമ്മിത ആർട്ടിഫിഷ്യൽ ചിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ CNVR-1K. അത് വികസിപ്പിക്കാൻ നെത്രസെമി എന്ന സ്റ്റാർട്ടപ്പുമായി സഹകരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അടുത്ത ചോദ്യം, ഭൗമസൂചിക അഥവാ GI ടാഗ് ലഭിച്ച ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ പഴവർഗ്ഗം. ഉത്തരം സിർസ കിനോ. അതായത് ഭൗമസൂചിക അഥവാ GI ടാഗ് ലഭിച്ച ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ പഴവർഗ്ഗമാണ് സിർസ കിനോ. അടുത്ത ചോദ്യം, 2026-2027 ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി. ഉത്തരം MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ. അതായത് 2026-2027 ബിഗ് ബാഷ് ലീഗ് ഉദ്ഘാടനം നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. അത് ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ്? MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ. അടുത്ത ചോദ്യം, സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി. ഉത്തരം മഹാസാഗർ. സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് മഹാസാഗർ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നമുക്ക് പരീക്ഷയ്ക്ക് വരുമെന്ന് വിശ്വാസമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. അപ്പോൾ നമുക്കതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം റഷ്യ. ചന്ദ്രനിൽ 3 ഘട്ടങ്ങളിലായി സ്ഥിരം താവളം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഖദർ. വാണിജ്യ ബഹിരാകാശ നിലയമായ ഹെവൻ 1ലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഭിന്നശേഷിക്കാരനായ ബഹിരാകാശ യാത്രികൻ ജോൺ മക്ഫോൾ. കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്ര പരിസരങ്ങൾ ഹരിതാഭമാക്കുന്നതിനായി ദേവസ്വം വകുപ്പ് ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതി ദേവാരണ്യം. ലോർഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം യാസ്തിക ഭാട്ടിയ. ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് നിർമ്മിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പായ CNVR-1000 വികസിപ്പിക്കാൻ നെത്രസെമി എന്ന സ്റ്റാർട്ടപ്പുമായി സഹകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഭൗമസൂചിക അഥവാ GI ടാഗ് ലഭിച്ച ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ പഴവർഗ്ഗം സിർസ കിനോ. 2026-2027 ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ. സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി മഹാസാഗർ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഒരെണ്ണം പോലും വിടാതെ കൃത്യമായിട്ട് പഠിക്കുക. ഇനിയുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.